വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തോടു കൂടി കേരളത്തെ വായനാ ലോകത്തേക്ക് പിടിച്ചുയർത്തിയ മഹാനായ വ്യക്തിയുടെ ചരമദിനം, അതെ, പി.എൻ. പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. ഉയരങ്ങളിലേക്ക് കുതിക്കുന്നതിനിടയിൽ അതിന് നമുക്ക് കഴിയുമോ എന്നുള്ള ഒരു നിമിഷത്തെ ആശങ്ക മതി അത് നമുക്ക് അപ്രാപ്യമാകാൻ. പീറ്റർ പാൻ എന്ന കഥാപാത്രത്തിന്റെ ഈ വരികൾ നമ്മെ വായനാ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ദൂരദേശങ്ങളിലേക്ക്, നിഗൂഢതകൾ നിറഞ്ഞ ദ്വീപുകളിലേക്ക്, ആകാശത്തിന്റെ അനന്തതയിലേക്ക്, എന്തിനേറെ ആഴിയുടെ ആഴങ്ങളിലേക്ക് വായന നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മായാവിയോടൊപ്പം കൂട്ടുകൂടാനും ഹാരി പോട്ടറിനോടൊപ്പം മാന്ത്രിക ലോകം ചുറ്റിക്കറങ്ങാനും കുതിക്കാത്ത കൂട്ടുകാരുണ്ടോ? ഭാവനയെ വർദ്ധിപ്പിക്കാനും മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും പുസ്തകങ്ങളെ പോലെ സഹായിക്കുന്ന മറ്റെന്തുണ്ട് ഈ ഭൂമിയിൽ? പുസ്തകങ്ങൾ പലതരമാണ്. ചിലത് രുചിക്കാൻ, ചിലത് വിഴുങ്ങാൻ, മറ്റു ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കാനുമുള്ളതാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ, ജീവിതം പഠിക്കാൻ, നാടിനെ അറിയാൻ വായന നമ്മെ സഹായിക്കുന്നു. നല്ല പുസ്തകങ്ങൾ വായിക്കുക. നല്ല വായനക്കാരുടെ ലോകമാണ് നാളെയുടേത്. നമുക്ക് വായനയിലൂടെ വളരാം, നാളെയുടെ വർത്തമാനങ്ങളാകാം. നമസ്കാരം.